നമ്മൾ ദ്വാരയെ സംബന്ധിച്ച് 2 ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദുആ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ ദ്വാരക്കാരുടെ പടച്ചവനെ ഞങ്ങൾക്ക് നീ തരണം. ഫിദ്ദുനിയാ ദുനിയാവിൽ ഹസനതൻ നല്ലതിനെ തരണം. നല്ല സാധനം, എല്ലാ സാധനവും നല്ലതായിരിക്കണം. ഇപ്പൊ പറഞ്ഞ ഒരു കാർ വാങ്ങണമെങ്കിൽ ഓനിപ്പോ നല്ല കാറായിരിക്കണം. ആ കാറ് വാങ്ങണമെങ്കിൽ എന്താക്കണം, അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരാൾക്ക് ഒരു കാർ, ഒരു പുതിയൊരു കാർ തന്നിട്ട് പത്രത്തിൽ കാണുന്നു ഈ കാറിന് ഇത്ര ലക്ഷം രൂപ, 1 ലക്ഷം രൂപ ഇതിലടച്ചാൽ 1 മാസത്തിന്റെ ഇടയിൽ കാറ് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ വളരെ പതിവ് കാരണം 10 ലക്ഷം രൂപ. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒരു കവർ വരുന്നു. ആ കവറിന് തുറന്നു നോക്കുന്ന അവസരത്തിൽ ഈ കാറിനെ സംബന്ധിച്ചുള്ള അതിന്റെ എല്ലാ സാധനങ്ങളെയും എല്ലാത്തിനെ പറ്റി പറഞ്ഞു. എല്ലാ സാധനവും ഉണ്ടാവും. എന്നിട്ട് അതിന്റെ അവസാനം ഇരുന്ന് ഈ കാറ് നിങ്ങൾക്ക് ശരിക്കും നല്ല പെട്രോൾ ബില്ലേക്ക് വയ്ക്കണം, നല്ല ലൈസൻസ് ഉണ്ടായ ഒരു ഡ്രൈവറിനെ എനിക്ക് ഏൽപ്പിക്കണം, നല്ല താർ റോഡിലെ കൂടി ഓടിയാൽ 5 ലക്ഷം കിലോമീറ്റർ ഓടിയാലും എത്ര ഓടിയാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് എന്ത് റിപ്പയർ വന്നാലും നമ്മൾ ഫ്രീ, ഒന്ന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം പഠിച്ച് അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫഹദിന് കാറ് വന്ന ഉടനെ എന്ത് ചെയ്തു? ഇവന്റെ വീട്ടില് ഒരു കാലിവണ്ടി ഉണ്ടായിരുന്നു പണ്ട്. കാലിവണ്ടി അറിയാം. ഈ കാലിവണ്ടി വിളിക്കുന്ന പാട്ടുന്ന ഇവനെ വിളിച്ച് ഡ്രൈവറായിരിക്കുന്നു. അതിൽ പറഞ്ഞത് ലൈസൻസ് ഉള്ള ഡ്രൈവർ ആയിരിക്കണമെന്നാണ്. ഇത് ഇവനിക്ക് കാലിവണ്ടി വിളിക്കുന്നതാണ്. അതിന്റെ ആക്സിഡന്റ് കണ്ടിട്ടേ, ഈ പോത്തിന്റെ ആക്സിഡന്റ് കണ്ടിട്ടേ ഉറക്കുവിടാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഇവനിതിൽ കയറിയിരുന്നു. കുറച്ചങ്ങ് പോകുമ്പോ ഒരു ക്യാനും കുറച്ച് ചൂടി എടുത്തിലേക്ക്, പിന്നെ ഉണ്ടായ കുന്നിലെ കൂടി എല്ലാം പോയി ഓടിച്ച് 1/2 മണിക്കൂർ കഴിയും വണ്ടിയെല്ലാം പൊളിഞ്ഞു. ഉടനെ ഇവരെന്താക്കി ഈ വണ്ടിനെ വലിച്ചിട്ട് ഗാരേജിൽ പോയി. 2 ദിവസമായിട്ടുള്ളൂ ഞാൻ വണ്ടി വാങ്ങി. ഈ വണ്ടിന്റെ ഹാൽ ഇങ്ങനെയാണ്, ഇതൊന്നും നിങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ ഒരു ബുക്ക് അയച്ചിട്ട് ചേർത്ത് ആദ്യം അയച്ചിട്ട് അത് നിങ്ങൾ ഓതില്ല. അത് ഓതിയില്ല, അത് ഓതണായിരുന്നു. ഓതിയെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതിൽ പറഞ്ഞു, ഈ കാലിവണ്ടിന്റെ ഡ്രൈവറൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് ലൈസൻസ് ഉള്ള ഡ്രൈവറും നല്ല പെട്രോളും നല്ല റോഡിലെ കൂടി പോയാലാണ് 5000 കിലോമീറ്റർ 5 ലക്ഷം കിലോമീറ്റർ ഓടിയാലും എന്ത് റിപ്പയർ വന്നാൽ ഞമ്മരിക്കാക്കാം. അവർക്ക് അറിയാം 10 ലക്ഷം ഓടിയാലും റിപ്പയർ വരില്ല എന്ന് ഈ ഗ്യാരന്റിയോട് കൂടെ. അപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ കാറിനേക്കാളും ഇതിനേക്കാളും വലിയ വലിയ എല്ലാ ഫാക്ടറികളെ ഉണ്ടാക്കിയ ഒരു സാധനയാണ് മനുഷ്യൻ. കാറുണ്ടാക്കിയതാല് മരക്കളുണ്ടാക്കിയത് അല്ല, നമ്മളെന്നെ ഉണ്ടാക്കിയത്. നമ്മളുണ്ടാക്കിയ നമ്മളുണ്ടാക്കിയ ഒരു ഫാക്ടറി ഉണ്ടാക്കിയത് നമ്മൾ. ഇതിലേക്ക് ഒരു ലൈസൻസ്, ഒരു ബുക്കുണ്ട്, ഒരു കാറ്റലോഗ്. ആ കാറ്റലോഗ് നമ്മുടെ ഈ ലോകത്തിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ വാഹനമായിരുന്നു. ആ കാറ്റലോഗ് കറക്റ്റ് നോക്കിയാൽ നമ്മൾക്കുള്ള ശരീരത്തിനും ദുനിയാവിലും പരലോകത്തിലും ഒരു ആപത്തും വരാതെ കണ്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കും. അതേതാണ്? അതാണ് പരിശുദ്ധ ഖുർആൻ. ശരിക്കും മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ
ആ വണ്ടിലേക്കുള്ള ഗ്യാരണ്ടി ബുക്ക് പോലത്തെ ബുക്കാണ് ഈ പരിശുദ്ധ ഖുർആൻ. ഇതിലെന്ത് പറയുന്നത്? എടോ, നീ രാവിലെ എണീച്ച് നല്ല ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കണം, എന്നിട്ടോ 9 മണിക്ക് നല്ല നാസ്ത കഴിക്കണം, ഉച്ചക്ക് നല്ലോണം ബിരിയാണി കഴിക്കണം. നമ്മളെന്താക്കുന്ന രാവിലെ എണീച്ചിട്ട് ഒരു കുപ്പി കള്ളും കുടിച്ച് അത് കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയും കള്ളു കുടിക്കാൻ പാടില്ല, കള്ളു കുടിച്ചാൽ നിന്റെ ശരീരത്തിന്റെ നിരമ്പല്ല ഈ കയ്യിൽ നടക്കുമ്പോൾ മാറിപ്പോകും, ഈ വണ്ടി വടി. അതുകൊണ്ട് ശരിക്കും നീ എന്താക്കണം, പാല് കുടിക്കണം, സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് വിരോധിച്ച മുഴുവൻ കാര്യത്തിന് ഒഴിഞ്ഞു ദൂരത്താവാണ്ട് ആ പ്രവർത്തനം ചെയ്താൽ ഇവനടുത്ത് വണ്ടി പോലെയായി പോകും. അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് മനസ്സിലായി. സാധനം എന്ത് ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? നമ്മളൊക്കെ മനസ്സിലാക്കിയത് എവിടെയെങ്കിലും മരിച്ചാളെ വെച്ച് മുസാഫെടുത്ത് 2 ഭാഗത്തിൽ തട്ടി പൊടിയെല്ലാം ഉണ്ടായിരുന്നു. ഉപ്പാപ്പ മരിച്ചപ്പോൾ ആ മുസാഫിന് പൊടിയിൽ തട്ടി ഈ മരിച്ച മയ്യത്തിനടുത്ത് വെച്ച് പറയും അതിൽപ്പെട്ടതല്ല ഖുർആൻ. ഖുർആൻ അത് അനുസരിച്ച് ഭയപ്പെടണം. അതിൽ എന്ത് പറയുന്നത്? ആ പരിശുദ്ധ ഖുർആൻ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സാധനമായത് കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ പാത്രം വലിയ പാത്രമാണ്. ഈ ഷഹ്റു റമദാൻ എന്ന് പറയുന്ന ആ പാത്രത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആൻ ഇറക്കിയത്. ശരിക്കും മനസ്സിലാക്കുന്നു. അപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓതുന്ന ഈ മുസാഹിഫ് മാത്രമല്ല, ഏതെല്ലാം ഗ്രന്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലേക്ക് ജനങ്ങൾക്കുള്ള ഹിദായത്തിന് വേണ്ടി ഇറക്കിയിട്ടുണ്ടോ ആ ഖുർആൻ, ആ കിതാബുകൾ മുഴുവനും ഈ റമദാൻ മാസത്തിൽ തന്നെയാണ് ഇറങ്ങിയത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്ന അർത്ഥം ഓതപ്പെടുന്ന സാധനം. ഓതപ്പെടുന്നത് തൗറാത്തും ഇഞ്ചീലും സബൂറും ഖുർആനും എല്ലാം എന്താണ്? അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ മൂസ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു തആല കുറേ ഏടുകൾ അയച്ചിട്ടുണ്ട്. പടിക്കഷ്ണത്തിൽ ഇങ്ങനെ എഴുതിയിട്ട് അതിനെ അയച്ചത് ഈ റമദാൻ മാസത്തിലേക്കുള്ള 3-ാമത്തെ ദിവസത്തിലാണ്. ശരിക്കും മനസ്സിലാക്കുന്നു. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ റമദാൻ മാസത്തിന്റെ 3-ാമത്തെ ദിവസത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുള്ള സുഹൃത്തുക്കളെ ഇറക്കിയാണ്. 6-ാമത്തെ ദിവസത്തിൽ മൂസ നബി അലൈഹിസ്സലാമിനുള്ള തൗറാത്ത് എന്ന് പറയുന്ന കിതാബിനെ അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. ഇത് റമദാൻ മാസത്തിലാണ്. 14-ാമത്തെ ദിവസത്തിൽ 13-ാമത്തെ ദിവസത്തിൽ സബൂറിനെ ഇറക്കിയിട്ടുണ്ട്. 14-ാം ദിവസത്തിൽ ഇഞ്ചീലിനെയും 24-ാം ദിവസത്തിൽ ഫുർഖാനുൽ അദീം എന്ന ഖുർആനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസത്തിന്റെ ഗതിയിൽ ഇറക്കിയിട്ടുണ്ട് എന്ന് സഹീഹായ ഹദീസിൽ കാണാം. അപ്പൊ വെറും ഖുർആനെ മാത്രമേ ഇറക്കിയതല്ല, എന്തിനേക്ക് വേണ്ടിയിട്ടെല്ലാം ഈ കാലത്തുള്ള എല്ലാ കിതാബുകളെ എല്ലാ കാലത്തും ഈ മാസത്തിൽ ഇറക്കിയതിന്റെ ഉദ്ദേശം ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് വഴി കാണിക്കുന്നതായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ബുക്കിൽ ഇങ്ങനെ എടുത്തു നോക്കിയാൽ കാണാം. രാവിലെ പാല് കുടിക്കണം, ചായ കുടിക്കണം, കോഫി കുടിക്കണം, കള്ളു കുടിക്കാൻ പാടില്ല, കല്യാണം കഴിച്ചോളണം, വ്യഭിചരിക്കാൻ പാടില്ല, എന്തെങ്കിലും കച്ചവടം ചെയ്തിട്ട് പൈസ എടുക്കണം, കക്കാൻ പാടില്ല എന്നുള്ള മുഴുവൻ കാര്യം. അപ്പൊ ഇതുപോലെ കറക്റ്റ് ഒരു മനുഷ്യൻ നടന്നാൽ ഈ വണ്ടിക്ക് 5 ലക്ഷം കിലോമീറ്റർ ഓടും പോലെ നമ്മൾക്കുള്ള വണ്ടിയും എത്ര കാലം കൂടെ ജീവിക്കുന്ന അത്ര കാലം ഓടാൻ സാധിക്കും. ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യം. ആ പരിശുദ്ധ ഖുർആനെ ഈ റമദാൻ മാസത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. റമദാൻ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിലേക്ക് 4000 ചില്ലാനം പേരുകളുണ്ട്. നമ്മൾ സാധാരണ 99 പേരല്ലേ ഒന്ന് 4000 ചില്ലാനം പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് റമദാൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ റമദാൻ പറഞ്ഞെങ്കിൽ വലിയ വലിയ പാറയുണ്ടല്ലേ, ചൂടുള്ള പാറയ്ക്കും പറയും എന്താ അത്? ആ ചൂട് പാറ ചുട്ട് തീ പോലാകുന്ന ആ അവസരത്തിലും കൂടി അന്നത്തെ ആൾക്കാർ നോമ്പ് നോറ്റുണ്ടായിരുന്നു. അതിനേക്ക് വേണ്ടിയിട്ടാണ് റമദാൻ എന്നുള്ള റമദാൻ എന്നുള്ള പേര് വെച്ചത്.
അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ ഇറക്കി ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഹിദായത്തിന്റെ മാർഗ്ഗത്തെ കാണിക്കാൻ. എത്ര ബടക്കായ മനുഷ്യനാണെങ്കിലും എത്ര ചീത്തയായ മനുഷ്യനാണെങ്കിലും ഈ ഖുർആൻ അവനെ ഹിദായത്താക്കുന്നു. അല്ലേ? ഹിന്ദു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ എന്താ പറഞ്ഞത്? എനിക്ക് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ വായിക്കുന്ന അവസരത്തിൽ വളരെ സമാധാനം കിട്ടുന്നു. അത് ഹിദായത്താണ്. എത്രയോ കാലം മുശ്രിക്കായിട്ടുള്ള ആ സ്ത്രീന്റെ കൽബിലേക്ക് ഈ ഖുർആനിലുള്ള പ്രകാശം ഇങ്ങനെ പോകുന്നു. എന്നിട്ട് അവളെന്താ പറയുന്നത്? രാത്രി സമയം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്ന അവസരത്തിൽ എനിക്ക് ഭയങ്കര സമാധാനം കിട്ടുന്നു. അങ്ങനെ കിട്ടി മുസ്ലിമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ കലിമയോട് കൂടെ ഈ ദുനിയാവിൽ നിന്ന് പോയി. എത്ര ലക്ഷാൾക്കാർ അവിടെ നിസ്കരിച്ചു. അത് ഹുദൽ ലിന്നാസ്, ജനങ്ങളെ ഹിദായത്താക്കുന്ന സാധനം. ഒരു പ്രാവശ്യം അവിടേക്കുള്ള ആ മയ്യത്തിനെ ഖബറിൽ വെക്കുന്നതിനെ കാണാൻ വേണ്ടി ആശിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ. ഇതാണ് ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ എത്ര വലിയൊരു ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. അല്ലാഹുവിന്റെ റസൂലും കൂടി ഒണിയിച്ചിട്ട് ആരും ഉമർ കണ്ടുപോണ്ട എന്ന് പേടിച്ച ഉമർ, ആ ഉമറിലേക്കുള്ള ഖൽബിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് എന്ന് പറയുന്ന ഖുർആൻ എന്ന് പറഞ്ഞ് കേൾക്കുന്ന അവസരത്തിൽ ഖൽബിന് വ്യത്യാസം വന്ന് അപ്പോൾ തന്നെ ഇസ്ലാമായി പോയി. നമ്മൾക്കോ അത് ആ ഹിദായത്ത് നമ്മുടെ ഖൽബിലേക്ക് വന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എനിക്ക് സൗദി അറേബ്യയിലെ റിയാദിലെ ഓർമ്മ ശരിയാണ്, ഒരു വാച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു കടയിൽ പോയി. ഇപ്പൊ വാച്ചിന്റെ കാര്യം വലിയ കടയാണ്. ആ വാച്ച് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അസ്ർ നിസ്കാരത്തിന് ശേഷം അപ്പുറത്തുള്ള കടക്കാരന് കട ഓപ്പണാക്കി എന്നിട്ട് ടേപ്പ് റിക്കാർഡിൽ സ്വിച്ച് ഇട്ടു ഖുർആൻ കേൾക്കാൻ വേണ്ടി. ആ ഖുർആനെ ഈ വാച്ചിന് പേരാകുന്ന കേൾക്കുമ്പോൾ ഇങ്ങനെ നെട്ടിപ്പോയി. ഈ കാലത്ത് അന്നല്ല അനുഭവം നെട്ടിപ്പോയി. ഇങ്ങനെ കുറച്ചു നേരം നിന്ന് പിന്നെ നമ്മൾക്ക് കുറച്ച് സാധനം വാങ്ങാൻ വന്നാൽ കാതിലേക്ക് വായി വെച്ചിട്ട് ഖുർആൻ ഓതിയാലും വ്യത്യാസം ഉണ്ടാവില്ല. ഇത് എന്റെ അനുഭവമാണ്. അപ്പൊ ആ ഖുർആൻ എന്ന് പറയുന്ന സാധനം മനുഷ്യനെ ഹിദായത്താക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ആ ഖുർആനെ ഓരോരുത്തരും രാവിലെ എണീച്ച് രാത്രിയും പകലും കുറച്ചെങ്കിൽ ഒരു വരെയെങ്കിലും ഓതണം. നമ്മളോട് അല്ലാഹു തആല മരണപ്പെട്ടതിന് ശേഷം അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തുകാരായ നമ്മൾക്കുള്ള അഖീദയാണ്, മരണപ്പെട്ടതിന് ശേഷം 2 മലക്കുകൾ ഖബറിലേക്ക് വരും എന്നുള്ളത്. എന്താ പറയുക? ഖബറിന്റെ ഉള്ളിലേക്ക് മണ്ണും കല്ലും വെച്ച് അടച്ചിട്ട് പറയുന്ന മലക്കുകൾ എങ്ങനെ വരും? ആ വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാഹു തആല മലക്കുകളെ പ്രകാശം കൊണ്ട് പടച്ചത്. ഏത് സ്ഥലത്തേക്ക് പോയി എത്താൻ പറ്റും? അങ്ങനെയുള്ള പ്രകാശം കൊണ്ട് അല്ലാഹു പടച്ചതിന്റെ ഉദ്ദേശം തന്നെ അതാണ്. ഖബറിന്റെ ഉള്ളിൽ TV ആയിട്ടുള്ളത്, TV ബെഡ്റൂമിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അല്ലെ? അടുത്തേക്ക് ചില കൂട്ടിയാലും കാണുന്നില്ല. അതുപോലെ എന്ന് മനസ്സിലായിക്കോ, ആ ഖബറിന്റെ ഉള്ളിലേക്കും അല്ലാഹുവിനുള്ള മലക്കുകൾ. എന്തിനധികം പറയുന്ന ഇമാം ബുഖാരി തങ്ങളെ റിവായത്ത് ചെയ്ത ബുഖാരിന്റെ അകത്തുള്ള ഒരു ഹദീസ് ഉണ്ട്. ഒരു ഭാര്യയും ഭർത്താവും രണ്ടാളും തമ്മിൽ ബന്ധപ്പെട്ട് ഈ നുത്ഫത്ത് അവിടേക്കുള്ള പള്ളിന്റെ ഉള്ളിലേക്ക് ഗർഭേഷയത്തിലേക്ക് എത്തുമ്പോൾ 2 മലക്കുകളെ അവിടെ തീരുമാനിക്കുന്നു. ഇത് നോക്കാൻ വേണ്ടി ഉണ്ടാവും. ആ ഖബറിനുള്ളിൽ വന്നിട്ട് ഇവനോട് ചോദിക്കും. എങ്ങനെ ചോദിക്കും? അറബി ഭാഷയിൽ ചോദിക്കും. എന്താണ്? മറബുക്ക, നിന്നെ ആരാണ് ഇവര് നാട്ടിൽ പോയി വളർത്തിയത്? അപ്പൊ മുഅ്മിനാണെങ്കിൽ അല്ലാഹു റബ്ബി, നിനക്കിതെല്ലാം കാണിച്ചു തന്ന ആളാര്? മുഹമ്മദ് നബി. നീ ഏത് മതക്കാരാണ്? ഇസ്ലാമോ ദീനി. നിന്റെ ഇമാമാരാണ് എന്ന് ചോദിക്കും. അപ്പോ എന്റെ ഇമാമ മസ്ജിദ് അബ്ദുൽ ഖാദർ അവിടെ ഒമാൻ ഇമാമിനും കൂടി അല്ല പറഞ്ഞത്, ഒമാ ഇമാമു. ഒമാ ഇമാമൊക്കെ നിന്റെ ഇമാമ് എന്ത്? മാ മൻ, ഇതാണ് വ്യത്യാസം.
മൻ എന്നുള്ളത് ബുദ്ധിയുള്ള മൃഗങ്ങൾ മനുഷ്യർക്ക് പെരുമാറുന്നതാണ്. മൻ അന്ത, നീ ആര്? മാ ആദ, ഇതെന്ത്? അപ്പൊ മാനാണ് പറഞ്ഞു. ഒമൻ ഇമാമൊക്ക, നിന്റെ ഇമാമ ആരെന്ന് ചോദിച്ചാൽ കാതറായെന്ന് പറയാം. പക്ഷെ ഇവിടെ ചോദിച്ചത് എന്താണ്? ഒമാ ഇമാമൊക്ക, നിന്റെ ഇമാം. ഇമാം എന്ന് പറഞ്ഞാൽ മയ്യത്തും അമാം, മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്കാണ് ഇമാം എന്ന് പറയുന്നത്. ആ മുന്നിൽ നിൽക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? നീ വൽ ഖുർആൻ ഇമാമി, ഖുർആനാണ് എന്റെ ഇമാം. ആ ഖുർആൻ എന്ത് പറഞ്ഞത് അതനുസരിച്ചിട്ടല്ലാതെ ഞാൻ നടക്കൂല എന്ന് പറയാൻ ഇത് അഖീദയാണ്. എന്റെ പ്രബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ഖുർആൻ സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ നാളെ മുതൽ പറയാനും കേൾക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്തു തരട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل